على آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, റമദാനിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്ന സമയത്ത് നോമ്പിൻ്റെ വിധിവിലക്കുകൾ, അതിൻ്റെ അഹ്കാം വീണ്ടും ഓർമ്മ പുതുക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് പൊതുവെ പണ്ഡിതന്മാർ ചെയ്തു വരാറുള്ള വളരെ നല്ല കാര്യങ്ങളിലൊന്നാണ്. നോക്കൂ, റമദാനിലെ ഏറ്റവും സുപ്രധാനമായ ഇബാദത്ത് റമദാനിലെ നോമ്പാണ്, യാതൊരു സംശയവുമില്ല. നോമ്പിൻ്റെ വിധിവിലക്കുകളിൽ അതിൻ്റെ ഷർത്തുകളെക്കുറിച്ച്, അതിൻ്റെ നിബന്ധനകളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ആദ്യം വിശദീകരിക്കുന്നത്. ഷർത്ത് എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം, ഒരു ഇബാദത്താണെങ്കിൽ ആ ഇബാദത്ത് ശരിയാകണമെങ്കിൽ, അത് സഹിഹാകണമെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യം, അതിനാണ് ഷർത്ത് എന്ന് പറയുക. പക്ഷെ ആ ഷർത്ത് ഉണ്ടായി എന്നതുകൊണ്ട് ആ ഇബാദത്ത് നടന്നുകൊള്ളണം എന്നില്ല. ഇതാണ് ഷർത്ത്. ഉദാഹരണത്തിന് വുദൂ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. വുദൂ ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. അതേസമയം ഒരാൾ വുദൂ എടുത്തു എന്നതുകൊണ്ട് അയാൾ നിസ്കരിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ വുദൂ അയാൾ നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ എടുത്തേക്കാം. അങ്ങനെ വുദൂയിൽ നിൽക്കുക എന്നത് നല്ല കാര്യവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വലാ യുഹാഫിദു അലൈഹ ഇല്ല മുഅ്മിൻ. ഒരു മുഅ്മിൻ അല്ലാതെ വുദൂ കാത്തു സൂക്ഷിക്കുകയില്ല. വുദൂ മുറിഞ്ഞാൽ വീണ്ടും വുദൂ എടുക്കുക, വുദൂ മുറിഞ്ഞാൽ പിന്നെ വുദൂ എടുക്കുക. നിസ്കരിക്കാൻ ഉദ്ദേശമില്ല എങ്കിലും വുദൂയിൽ നിൽക്കുക എന്നത് നല്ല കാര്യമാണ്. അങ്ങനെ ഓരോ തവണയും വുദൂ ചെയ്താൽ 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചാൽ അത് അതിലേറെ ഖൈറായ കാര്യമാണ്. കാരണം വുദൂ തന്നെ സ്വതന്ത്രമായി ഒരു ഇബാദത്താണ്. വുദൂ തന്നെ സ്വതന്ത്രമായ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം നിയ്യത്ത് ആവശ്യമുണ്ട്. നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് നമുക്ക് സഹീഹ് മുസ്ലിമിൽ കാണാം. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തുമായി ജോലി പങ്കിട്ടെടുത്തുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഇരിക്കും. ഉഖബ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇരിക്കും. എന്നിട്ട് അവർ പരസ്പരം അറിവ് പങ്കുവെക്കും. അങ്ങനെ ഉഖബ തൻ്റെ ജോലി കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലെത്തിയത്. ഉഖബ എത്തുമ്പോൾ നബി പറയുകയാണ്, ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന് സ്വർഗമുണ്ട് എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉഖബത്ത് ഇബ്നു ആമിർ പറഞ്ഞു, മാ അജ്വദ ഹാദ, എത്ര നല്ല കാര്യമാണിത്, എത്ര നല്ല കാര്യമാണിത്. 2 റക്അത്ത് നിസ്കാരത്തിന് പാപമോചനം അല്ലെങ്കിൽ സ്വർഗമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒരാൾ മുന്നിൽ നിന്ന് പറയുകയാണ്, വല്ലദീ ഖബ്ലഹു അജ്വദു മിൻ, ഇതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതിനേക്കാൾ നല്ലതായിരുന്നു. ഉഖബ പറഞ്ഞു, ഞാൻ നോക്കി. അപ്പോൾ അത് പറഞ്ഞത് ആരാണ്? അത് ഉമറാണ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തായിരുന്നു ഉഖബ വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആരെങ്കിലും പൂർണ്ണമായൊരു വുദൂ ചെയ്താൽ, എന്നിട്ട് ആ വുദൂഇനു ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയുകയും ചെയ്താൽ, ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി الثمانية യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അവനു വേണ്ടി സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ സ്വർഗത്തിന് അവന് കടക്കാം. അല്ലാഹു അക്ബർ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വുദൂഇനും അതിനുശേഷമുള്ള ദിക്റിനുമുള്ള ശ്രേഷ്ഠതയാണ്. മറ്റു ചില ഹദീസുകളിൽ, സഹീഹ് മുസ്ലിമിലല്ലാത്ത റിവായത്തുകളിൽ ഇതിൻ്റെ കൂടെ അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ,
വജഅൽനി മിനൽ മുതതഹിരീൻ എന്നുകൂടെ വന്നത് കാണാം. അതുപോലെ മറ്റു ചില ഹദീസുകളിൽ ഈ ദുആകളുടെ കൂടെ രണ്ട് ഷഹാദത്തും പിന്നെ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്നതിൻ്റെ കൂടെ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് വന്നത് കാണാം. നമ്മൾ മജ്ലിസ് പിരിയുമ്പോൾ ചൊല്ലുന്ന കഫാറത്തുൽ മജ്ലിസ് എന്നറിയപ്പെടുന്ന ദുആ ഇതേ വാചകങ്ങളാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വുദൂഇന് ശേഷം ഒരാളിത് ചൊല്ലിയാൽ അത് പ്രത്യേകമായി ഒരു രൂപത്തിൽ അടക്കപ്പെടുന്നതാണ്. എന്നിട്ട് നാളെ പരലോകത്ത് ഏറ്റവും വിശിഷ്ടമായ രൂപത്തിൽ അവന് വേണ്ടി അത് തുറക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതാണ് വുദൂഇനെ കുറിച്ച്. വുദൂ സ്വതന്ത്രമായ ഒരു ഇബാദത്താണ്, മുസ്തഖില്ലായ ഒരു ഇബാദത്താണ് എന്ന് പറയും. അഥവാ മറ്റൊന്നിനു വേണ്ടി മാത്രമേ അത് എടുക്കാവൂ എന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ വുദൂഇന് പ്രത്യേകമായി നീയത്ത് വേണം. ഫുഖഹാക്കൾക്കിടയിൽ ചർച്ച ഉള്ളതാണ്, വുദൂഇന് നീയത്ത് വേണോ? ചിലർ അത് വേണ്ട എന്ന് ചില മദ്ഹബുകളിൽ അഭിപ്രായമുണ്ട്. കാരണം അത് മറ്റൊന്നിനു വേണ്ടി ചെയ്യുന്ന ഇബാദത്താണ് എന്നതുകൊണ്ട്. പക്ഷെ ശരി അങ്ങനെയല്ല. മറിച്ച് വുദൂ സ്വതന്ത്രമായൊരു ഇബാദത്താണ്, ഒരു ആരാധനാകർമ്മമാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകമായ നീയത്ത് മനസ്സിൽ ഉണ്ടായിരിക്കണം, എങ്കിലേ അത് ശരിയാവുകയുള്ളൂ. പറഞ്ഞത് വുദൂ ഷർത്താണ് നിസ്കാരത്തിൻ്റെ. പക്ഷെ വുദൂ എടുത്തതുകൊണ്ട് നിസ്കാരം ഉണ്ടാകണം എന്നില്ല. ഇതാണ് ഷർത്ത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് കൊണ്ട് ഒരാൾ ആ കാര്യം ചെയ്തു കൊള്ളണം എന്നില്ല. പക്ഷെ ആ കാര്യം ശരിയാകണമെങ്കിൽ ഈ ഷർത്ത് ഉണ്ടായേ പറ്റൂ. നിസ്കാരം ശരിയാകണോ വുദൂ ഉണ്ടായേ പറ്റൂ. നിസ്കാരം ശരിയാകണമെങ്കിൽ വുദൂ ഉണ്ടായേ പറ്റൂ. ഇതാണ് ഷർത്ത് എന്ന് പറയുന്നത്. നോമ്പിൻ്റെ ഷർത്തുകൾ ഫുഖഹാക്കൾ അവരുടെ കിതാബുകളിൽ വിശദീകരിച്ചത് കാണാം. ഒന്ന്, ഇസ്ലാമാണ്. മുസ്ലിമിൻ്റേതല്ലാതെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല. യാതൊരു കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വറസൂലഹ്. അള്ളാഹു പറഞ്ഞത് കാണാം, അവരുടെ സമ്പാദ്യം അവർ ചെലവഴിക്കുന്നത് അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ എന്താണ് കാരണം? സ്വീകരിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വറസൂലഹ്, അള്ളാഹുലും അവൻ്റെ റസൂലിനും അവർ അവിശ്വസിച്ചു എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ കുടുംബത്തിൽ മുൻപ് ജീവിച്ച ഒരാളെക്കുറിച്ച് ചോദിക്കുകയാണ്. അബ്ദുല്ലാഹ് ബിൻ ജുദ്ആൻ എന്നാണ് അയാളുടെ പേര്. ബിൻ ജുദ്ആൻ ജാഹിലിയത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾക്ക് അറിയപ്പെട്ട ആളായിരുന്നു. അയാൾ ദാനം ചെയ്തിരുന്നു, അടിമകളെ മോചിപ്പിച്ചിരുന്നു, അങ്ങനെയൊക്കെ. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുകയാണ്, നബിയെ ഇബ്നു ജുദ്ആൻ അവരുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അതേ ഗോത്രത്തിൽപ്പെട്ട അവരുടെ കുടുംബക്കാരനാണ്, ജാഹിലിയത്തിൽ മരിച്ച ആളാണ്. ഇബ്നു ജുദ്ആൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു നബിയെ, ഫഹൽ ദാക നാഫിഉ, നബിയെ അത് അയാൾക്ക് പ്രയോജനപ്പെടുമോ? പരലോകത്തെ അയാൾക്ക് അത് പ്രയോജനപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. അയാൾ ജീവിതത്തിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല റബ്ബി ഗ്ഫിർ ലി, എൻ്റെ റബ്ബെ എനിക്ക് പുറത്തു തരണേ, ഖതീഅതി എൻ്റെ തിന്മകൾ, യൗമദ്ദീൻ ആ വിചാരണയുടെ നാളിൽ. അയാൾക്ക് പരലോക വിശ്വാസമില്ലായിരുന്നു. അയാൾ അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹുൽ പങ്കുചേർത്ത ആളുകളിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് അവരുടെ അമലുകൾ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഖുർആൻ അള്ളാഹു പറഞ്ഞു, വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ നാം ചെല്ലും, എന്നിട്ട് നാം അതിനെ പാറിപ്പോയ ധൂളികൾ പോലെ ആക്കി തീർക്കും. വെയിലത്ത് വൈകുന്നേരങ്ങളിൽ നോക്കിയാൽ, മുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ നമുക്ക് പൊടി കാണാം. വെയിലത്ത് ഒരു വീട്ടിനകത്തുനിന്നോ മറ്റൊരു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണാം, ഇങ്ങനെ വെയിലടിച്ചു വരുമ്പോൾ അതിലുള്ള പൊടികൾ. അതാണ് ഹബാഉൻ മൻസൂർ എന്ന് പറഞ്ഞാൽ. അള്ളാഹു അതുപോലെ അതിനെ തള്ളിക്കളയും, അത് ഫലശൂന്യമായിത്തീരും. സുബ്ഹാനല്ലാഹ്. ഈമാൻ എന്നത് എങ്ങനെയാണ് ആളുകളെ വേർതിരിക്കുന്നത് എന്ന് നോക്കൂ. ഈമാൻ ഉള്ളവരുടേത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഷിർക്കോ കുഫറോ സംഭവിച്ച് അതിലായി മരിച്ചവരുടെ ഒരു പ്രവർത്തനവും അവർക്ക് ഫലപ്പെടുകയില്ല. അപ്പോൾ നോക്കൂ,
മുസ്ലിം അല്ലാത്ത ഒരാൾ നോമ്പെടുത്താൽ അവനത് ഫലം ചെയ്യില്ല. അല്ലെങ്കിൽ അങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നോമ്പെടുക്കാറുണ്ട്. പലരും എത്രയോ വർഷങ്ങളായി ഞാൻ നോമ്പെടുക്കാറുണ്ടെന്ന് പറയുന്ന മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. ഫജ്റിൻ്റെ നേരത്ത് എഴുന്നേറ്റ് അല്ലെങ്കിൽ ആ സമയം മുതൽ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കും, മുസ്ലിങ്ങൾ എടുക്കുന്നത് പോലെ. മഗ്‌രിബിൻ്റെ നേരത്ത് നോമ്പ് തുറക്കും. അങ്ങനത്തെ മുസ്ലിമീങ്ങളല്ലാത്തവർ നമ്മുടെ നാട്ടിലൊക്കെ പലതവണ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ കഥകൾ കേൾക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഫലശൂന്യമാണ്, അള്ളാഹു സ്വീകരിക്കില്ല. കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവനിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അവർ അവനിൽ വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഈമാനില്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇസ്ലാം നോമ്പിൻ്റെ ഷർത്താണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു മസലയാണ്, ഒരു കാഫിർ റമദാനിൽ മുസ്ലിമായാൽ എന്തു ചെയ്യണം എന്നത്. റമദാനിൽ മുസ്ലിമായാൽ അയാൾ ആ റമദാനിൽ മുസ്ലിമാകുന്നതിന് മുമ്പുള്ള നോമ്പുകൾ നോറ്റുകൂട്ടേണ്ടതുണ്ടോ? വേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആമിർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി ബൈഅത്ത് ചെയ്യാനായി വന്നു. സഹീഹ് മുസ്ലിമിൽ ആമിർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സുദീർഘമായൊരു ഹദീസ് നമുക്ക് കാണാം. വളരെ മനോഹരമായ ഹദീസാണത്. ആമിർ റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് പറയുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, പണ്ട് കാലത്ത് ഞാൻ മുശ്രിക്കായിരുന്നു, കാഫിറുകളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ആളായിരുന്നു ആമിർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ആസ് ഇബ്നു വായിൽ. ആസ് ഇബ്നു വായിൽ ഖുറൈശികളിലെ വലിയ അവരുടെ പേരുകേട്ട തലവന്മാരിൽ ഒരാളാണ് ആസ് ഇബ്ൻ വായിൽ. അദ്ദേഹവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ഒരു ഇടപാടിനെ കുറിച്ച് സൂറത്തു മറിയമിൽ ആയത്തുകൾ പോലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഖബ്ബാബിനെ ആസ് ഇബ്നു വായിൽ ഒരു ജോലിക്ക് വിളിച്ചു. നമുക്കറിയാം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇരുമ്പ് ജോലി ചെയ്യുന്ന കൊല്ലപ്പണിക്കാരനായി. ഖബ്ബാബിനെ ഒരു പണിയെടുപ്പിക്കാൻ വിളിപ്പിച്ചു. പണിയെടുത്തു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ജോലി ചെയ്തതിൻ്റെ കൂലി ആസ് കൊടുക്കുന്നില്ല. ആസ് ഇബ്നു വായിൽ ഖബ്ബാബ് ചോദിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, നീ മുഹമ്മദ് വിശ്വസിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്, പോയി ഇത് ഉപേക്ഷിച്ച് വന്നാലല്ലാതെ ഞാൻ കൂലി തരില്ല. അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മരിച്ചിട്ട് തിരിച്ചു വന്നാലല്ലാതെ ഞാൻ ഇതിന് ഉപേക്ഷിക്കില്ല. ഒരു രൂക്ഷമായ മറുപടി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ആസ് പറഞ്ഞു, ശരി, അപ്പോൾ മരിച്ചാൽ തിരിച്ചു വരുന്നതാണോ? എങ്കിലും നമുക്ക് അവിടെ വെച്ച് കാണാം. കാരണം പരലോകത്ത് ഞാൻ ഇതുപോലെ പണക്കാരനും നീ ഇതുപോലത്തെ അവസ്ഥയിൽ തന്നെ ആയിരിക്കും, അവിടെ വെച്ച് ഞാൻ തന്നോളാം എന്ന കൊടിയ അഹങ്കാരത്തിൻ്റെ വാക്ക് ആസ് ഇബ്നു വായിൽ പറഞ്ഞു. അവൻ അതേക്കുറിച്ചാണ് സൂറത്തു മറിയമിൽ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് പറഞ്ഞത് കാണാം. أرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن عهدا. ഒരുവനെ നീ കണ്ടോ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവൻ, എന്നിട്ട് അവൻ പറയുന്നു പരലോകത്തും എനിക്ക് സമ്പത്തും സമ്പാദ്യങ്ങളും മക്കളും ഒക്കെ ഉണ്ടാകും എന്ന്. എന്നിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് മറുപടി പറഞ്ഞത് കാണാം, അവന് പരലോകത്ത് ശിക്ഷയാണ് ഉണ്ടാവുക. ഈ ആസ് ഇബ്നു വായിലിൻ്റെ മകനാണ് ആമിർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യം ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, പിന്നെ നോക്കൂ ഇസ്ലാമിൻ്റെ പോരാളിയായി മാറി. മസർ എന്ന ആ വലിയ രാജ്യം, ഈജിപ്ത്, ഇസ്ലാമിന് വേണ്ടി കീഴടക്കിയ സൈന്യത്തിൻ്റെ തലവൻ ആമിർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആമിർ ഇബ്നുൽ ആസ് അവസാന കാലത്ത് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഞാൻ പണ്ട് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിമുകളോടും എനിക്ക് കടുത്ത വിരോധമായിരുന്നു. പിന്നീട് അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലാകുമായിരുന്നു. പിന്നീട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ അതിനുശേഷം ഇതാ ഞാൻ ഈ അധികാരങ്ങളും മറ്റും ഏറ്റെടുത്തു, അള്ളാഹുവിങ്കിൽ എങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത് എന്നെനിക്കറിയില്ല എന്ന് അവസാന സമയത്ത് ആമിർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അക്കൂട്ടത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ബൈഅത്ത് ചെയ്യുന്ന കഥ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആമിർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കൈകളിങ്ങനെ പിടിച്ചു വെച്ചു. നബിക്ക് കൈ കൊടുത്താണ് ബൈഅത്ത് ചെയ്യുക, പക്ഷേ കൈ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ആമിർ ബൈഅത്ത് ചെയ്യാത്തത്?
അംർ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഒരു നിബന്ധനയുണ്ട്. എന്താണത്? എനിക്ക് മുമ്പ് ചെയ്ത തെറ്റുകൾ അല്ലാഹു പുറത്തു തരണം. കാരണം ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ആ രൂപത്തിൽ ശത്രുതയിൽ നേരത്തെ നിലകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ അലിംത യാ അമർ അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. അമർ, നിനക്കറിയില്ലേ ഇസ്ലാം അതിനു മുമ്പുള്ള തിന്മകളെ പൊളിച്ചു കളയുമെന്ന്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് അതിനു മുമ്പുള്ള തിന്മകളെ പൊളിച്ചു കളയുമെന്ന്, ഹജ്ജ് അതിനു മുമ്പുള്ള തിന്മകളെ പൊളിച്ചു കളയുമെന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ആസിനോട് പറയുക. അപ്പോൾ ഇസ്ലാം അതിനു മുമ്പുള്ള തിന്മകളെ പൊളിച്ചു കളയും. അതുകൊണ്ട് ഒരു കാഫിർ മുസ്ലിമായാൽ അതിനു മുമ്പുള്ള നോമ്പുകൾ അയാൾ നോറ്റുവെട്ടേണ്ടതില്ല. അത് റമദാനിൽ മുസ്ലിമായാലും അല്ലാത്ത സമയത്ത് മുസ്ലിമായാലും. റമദാനിൻ്റെ പകലിലാണ് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നത് എങ്കിൽ അയാൾ എന്തു ചെയ്യുക? ബാക്കി സമയം ഭക്ഷണവും വെള്ളവും കഴിക്കാതിരിക്കുക, മുസ്ലിമീങ്ങളുടെ കൂടെ അതുപോലെ നിൽക്കുക. പക്ഷെ ആ നോമ്പ് അയാൾ നോറ്റുവീട്ടേണ്ടതില്ല. ആ നോമ്പ് അയാൾ നോറ്റുവീട്ടേണ്ടതില്ല. അതിന് ഇംസാക്ക് എന്ന് പറയും. ആ ദിവസം അയാൾ അതുപോലെ കഴിച്ചു കൂട്ടുക എന്നൊരു അദബ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന ഇസ്ലാം. രണ്ടാമത്തത് ബുലൂഗാണ്, അഥവാ പ്രായപൂർത്തിയാവുക എന്നത്. പ്രായപൂർത്തിയാവുക എന്നത് നോക്കൂ, നോമ്പ് വാജിബാകാനുള്ള നിബന്ധനയാണ്, നോമ്പിൻ്റെ ഷർത്താണ്. പക്ഷെ നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനയാണ്, നോമ്പ് സഹിഹാകാനുള്ള നിബന്ധനയല്ല. കുട്ടികൾ നോമ്പെടുത്താൽ നോമ്പ് സഹിഹാണ്. വകതിരിവുള്ള കുട്ടികൾ നോമ്പെടുത്താൽ നോമ്പ് സഹിഹാണ്. പക്ഷേ നോമ്പ് അവർക്ക് നിർബന്ധമല്ല. പ്രായപൂർത്തി എത്തിയാൽ മാത്രമാണ് നോമ്പ് നിർബന്ധമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസ, 3 കൂട്ടരിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അനിൻ നാഇമി ഹത്താ യസ്തൈഖിദ് വഅനിസ് സബിയ്യി ഹത്താ യബ്ലുഗ് വഅനിൽ മജ്നൂനി ഹത്താ യഅഖിൽ. ഉറങ്ങുന്നയാൾ എഴുന്നേൽക്കുന്നതുവരെ, കുട്ടി പ്രായപൂർത്തിയാകുന്നതുവരെ, ഭ്രാന്തന് ബുദ്ധി തിരിച്ചു കിട്ടുന്നതുവരെ ഇവർക്കൊന്നും ഇവരുടെ തിന്മകൾ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഹദീസ് ഒരു അസ്ലാണ്, ഒരു അടിസ്ഥാന പാഠമാണ്. ഒരുപാട് വിഷയങ്ങളിലുള്ള അടിസ്ഥാന പാഠമാണ് ഈ ഹദീസിലുള്ളത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. റുഫിഅൽ ഖലമു അനി സലാസ അനിൻ നാഇമി ഹത്താ യസ്തൈഖിദ് വഅനിസ് സബിയ്യി ഹത്താ യബ്ലുഗ് വഅനിൽ മജ്നൂനി ഹത്താ യഅഖിൽ. നോക്കൂ, ഒരു കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അതോടെയാണ് നോമ്പ് നിർബന്ധമാവുക. ഇതുപോലെ നേരത്തെ കാഫിറിനെ കുറിച്ച് പറഞ്ഞതുപോലെ റമദാനിൻ്റെ പകലിൽ വച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, നോമ്പിനിടയിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നോമ്പുകാരനെ പോലെ കഴിച്ചു കൂട്ടേണ്ടതാണ്. പക്ഷേ ആ ദിവസം നോറ്റുവീട്ടേണ്ടതില്ല. എന്താണ് ഈ പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ? പ്രായപൂർത്തിയാകുന്നതിൻ്റെ അടയാളങ്ങൾ 3 ആണ്. 3-1 സംഭവിച്ചാലാണ് പ്രായപൂർത്തിയാവുക. 3-ലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതോടെ പ്രായപൂർത്തിയായിരിക്കുന്നു. 1, 15 വയസ്സ് പൂർത്തിയാവുക. 15 വയസ്സ് പൂർത്തിയായാൽ പ്രായപൂർത്തിയായിരിക്കുന്നു. 2, ഗുഹ്യഭാഗങ്ങളിൽ കട്ടിയുള്ള രോമങ്ങൾ മുളയ്ക്കുക. ഇത് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ അടയാളമാണ്. 3-മത്തേത് സ്ഖലനമുണ്ടാവുക. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഏതാദ്യം സംഭവിച്ചുവോ അതോടെ കുട്ടിക്ക് പ്രായപൂർത്തിയായിരിക്കുന്നു, തെക്ലീഫ് എത്തിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ദീനിൻ്റെ വിധിവിലക്കുകൾ ബാധകമായിരിക്കുന്നു, മുതിർന്ന ആളായിരിക്കുന്നു. ഒരു നിബന്ധന കൂടിയുണ്ട്, പക്ഷെ അത് പെൺകുട്ടികൾക്ക് മാത്രം ബാധകമാണ്. ഹൈദുണ്ടാവുക എന്നത്, അവർക്ക് ആർത്തവം ആരംഭിക്കുക എന്നത്. ഈ 4-1 സംഭവിച്ചതോടെ കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയിരിക്കുന്നു. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ 16ഉം 17ഉം ഒക്കെ വയസ്സ് പ്രായം എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും ഇത് ചെറിയ കുട്ടിയായിരിക്കും. വളരെ ഓമനിച്ചങ്ങനെ വളർത്തുന്നത് കൊണ്ട് ചെറിയ കുട്ടിയായിട്ടായിരിക്കും തോന്നുന്നത്. കുട്ടികളെ ലാളിക്കുക, ഓമനിക്കുക നല്ല കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവരോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അവരോട് നിനക്ക് ഗുണകാംക്ഷ ഉണ്ടാവുക, അവരെ അള്ളാഹുവിൻ്റെ ദീനിൽ വളർത്തിക്കൊണ്ടുവരിക.
ദീനിൽ നിർബന്ധമായ കാര്യങ്ങൾ ആ പ്രായം എത്തുമ്പോഴേക്കും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക എന്നത്. അല്ലെങ്കിൽ 16ഉം 17ഉം വയസ്സുള്ള കുട്ടിയോ ചെറുതല്ലേ, ഒരു നോമ്പെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മോള് ചെറുതല്ലേ, അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുക മാതാപിതാക്കൾക്ക് പാടില്ല. അവരതിന് കുറ്റക്കാരാകും. ആ കുട്ടി കുറ്റക്കാരനാകുന്നത് പോലെ. കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിരിക്കുന്നു, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കത് ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ബാധ്യസ്ഥയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറിയ പ്രായത്തിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് കുട്ടിയെ ഇത് പരിശീലിപ്പിച്ചാലാണ് പ്രായപൂർത്തി എത്തിയാൽ അത് അവർക്ക് എളുപ്പമായി തീരുക. അത് വളരെ നല്ല രൂപത്തിൽ, അതിനോട് ഇഷ്ടമുണ്ടാക്കുന്ന രൂപത്തിൽ അതിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണിത്. മോളെ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണിത് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് അതിനോട് സ്നേഹമുണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അവരെ അതിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. കുട്ടികളെ നോമ്പ് എടുപ്പിക്കുക എന്നത് സഹാബത്തിൻ്റെ മാതൃകയാണ്. തസ്വീം എന്നതിന് പറയും, സൗമെടുപ്പിക്കുക. നോക്കൂ, റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത, അൻസാറുകളിൽപ്പെട്ട സഹാബി വനിത ആശൂറ നോമ്പിനെ കുറിച്ച് പറയുന്നത് കാണാം. ആശൂറ നോമ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സുന്നത്തായ നോമ്പാണ്, മുഹറം 10 നോമ്പ്. ഫകുന്നാ നസൂമുഹു ബഅദ്, ഞങ്ങൾ ആ നോമ്പെടുക്കുമായിരുന്നു. വനുസവ്വിമു സുബ്യാനന, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ആ നോമ്പെടുപ്പിക്കുമായിരുന്നു. വനജഅലു ലഹുമുൽ ലുഅബത മിനൽ അഹ്ൻ, ഏതൊരു പരുത്തി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഞങ്ങൾ അവർക്ക് നൽകുമായിരുന്നു. ഫഇദാ സഅലൂന അത്അാം, ഭക്ഷണത്തിന് ചോദിച്ചാൽ അഅതൈനാഹുമുൽ ലുഅബ, കളിപ്പാട്ടം കൊടുക്കും. തുൽഹീഹിം ഹത്താ യുതിമ്മു സൗമഹും, അതുകൊണ്ട് ഇങ്ങനെ അതിൽ കളിച്ച കുട്ടികളെ ശ്രദ്ധ മാറി അങ്ങനെ നോമ്പ് പൂർത്തിയാക്കിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമായിരുന്നു എന്ന് റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത പറയുകയാണ്. കുട്ടികളെ അതിൽ വളർത്തിക്കൊണ്ടുവരാൻ നോക്കൂ. അതുകൊണ്ട് കുട്ടികളെ നോമ്പെടുപ്പിച്ച് ശീലിപ്പിക്കുക. ഏത് പ്രായം തൊട്ടാണ് നോമ്പെടുപ്പിക്കേണ്ടത്? അതിന് പ്രത്യേക പ്രായപരിധിയില്ല. പക്ഷേ കുട്ടികൾക്കതിന് സാധിക്കുമെന്ന് തോന്നിയാൽ അവരെ അതിന് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ ശീലിപ്പിച്ചു കൊണ്ടുവരാം. എന്നാൽ അതിന് സാധിക്കാത്ത കുട്ടിയാണ് എങ്കിൽ അതിന് അവരെ നിർബന്ധിക്കരുത്. പക്ഷേ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ ചില കുട്ടികൾ കുറച്ച് നേരം നോമ്പെടുത്ത് പിന്നെ വെള്ളം കുടിച്ച് അങ്ങനെ മുറിച്ചേക്കാം. എങ്കിലും അതിനോട് മഹബത്തുണ്ടാക്കുന്ന രൂപത്തിൽ ആ നോമ്പ് അവരെ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക. അപ്പോഴാണ് പ്രായപൂർത്തി എത്തുമ്പോൾ അതിന് അവർക്ക് പൂർണ്ണമായ രൂപത്തിൽ സാധിക്കുക. അപ്പോൾ നോക്കൂ, പ്രായപൂർത്തി എത്തുക എന്നത് നോമ്പ് വാജിബാകാനുള്ള നിബന്ധനയാണ്. അപ്പോഴാണ് അവർക്ക് നിർബന്ധമാവുക. അതിനു മുമ്പ് അതെടുത്തിട്ടില്ല എങ്കിൽ കുറ്റമില്ല. പക്ഷേ ദീനിൽ ഏത് കാര്യവും എന്നതുപോലെ അത് നേരത്തെ പരിശീലിപ്പിച്ച് കൊണ്ടുവരിക. മൂന്നാമത്തെ നിബന്ധന അഖ്ലാണ്, ബുദ്ധി ഉണ്ടാവുക എന്നത്. എന്താണ് ഈ ബുദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം ഓർത്താൽ നമുക്കത് മനസ്സിലാവും. ഒരു ഭ്രാന്തൻ, അയാൾക്ക് ദീനിൻ്റെ തക്ലീഫ് ബാധകമല്ല. അതുപോലെ ബോധം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ സമയത്തും അയാൾക്ക് അഖ്ലുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ആ സമയത്ത് ഉള്ള അയാൾക്ക് നോമ്പ് ബാധകമല്ല എന്നാണ്. ഇപ്പോൾ നോക്കൂ, ഭ്രാന്തനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അയാളുടെ നോമ്പ് സഹീഹുമല്ല. ഇതുപോലെ തന്നെയാണ് പ്രായമേറിയ ആൾ. നേരത്തെ ബുദ്ധി ഉണ്ടായിരുന്ന ഒരാൾക്ക് ചിലപ്പോൾ പ്രായമേറിയാൽ ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. പ്രായം വളരെ ചെന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത, സംസാരിക്കുമ്പോൾ ശരിയായ രൂപത്തിലല്ലാത്ത എന്തൊക്കെയോ പറയുന്ന അവസ്ഥയിൽ ആരെങ്കിലും എത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമല്ല. ഒരാൾക്ക് ആ രൂപത്തിൽ പ്രായമെത്തി, ബുദ്ധി നഷ്ടപ്പെട്ട രൂപത്തിൽ, അവർക്ക് നോമ്പ് നിർബന്ധമേ അല്ല. അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കേണ്ടതുമില്ല. മനസ്സിലായില്ലേ? ബുദ്ധി ഉണ്ടായിരിക്കെ ആരോഗ്യമില്ലാത്തത് കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയ പ്രായം ചെന്നവർക്കാണ് അവരുടെ നോമ്പ് നഷ്ടപ്പെട്ടതിന് പകരമായി കഫാറത്ത് കൊടുക്കേണ്ടത്. ബുദ്ധി ഉണ്ടാകണം. പക്ഷെ ബുദ്ധി നഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രായം എത്തിക്കഴിഞ്ഞാൽ, അത് ആ രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അതുപോലെ അതിന് പകരം കഫാറത്തുമില്ല, അവർക്ക് ഖദാഉം ഇല്ല. ഇനി നോക്കൂ,
ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു മസ്അലയാണ്, ഒരാൾക്ക് റമദാനിൻ്റെ പകലിൽ മുഴുവനായി ബോധം നഷ്ടപ്പെട്ടു പോയി, എന്തെങ്കിലും കാരണത്താൽ, അപകടമോ മറ്റോ കാരണത്താൽ റമദാനിൻ്റെ അയാൾ പകലിൽ ഉണർന്നിട്ടേയില്ല, നോമ്പിൻ്റെ കാര്യം അയാൾ അറിഞ്ഞിട്ടേയില്ല, പകൽ മുഴുവൻ ബോധരഹിതനാണ്. അതിനുശേഷം അയാൾ ഉണർന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് നോറ്റുവിട്ടണം. അതേസമയം നോമ്പെടുത്തതിന് ശേഷം, നോമ്പെടുത്ത് പകലിൽ പ്രവേശിച്ചു, എന്നിട്ട് അതിനിടയിൽ ഇതുപോലെ ബോധരഹിതനായ അവസ്ഥയുണ്ടായി, ബോധം പോയി, എന്നിട്ട് രാത്രിയാണ് ഉണർന്നത് എങ്കിൽ അയാളുടെ നോമ്പ് സഹിഹാണ്. അയാളുടെ നോമ്പ് അയാൾ പിന്നീട് എടുത്തു വിട്ടേണ്ടതില്ല. അതേസമയം അയാൾ നോമ്പുകാരനായി ആ പകലിൽ പ്രവേശിച്ചിട്ടേ ഇല്ല, പകൽ ഒന്നാകെ പോകുന്ന രൂപത്തിൽ അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നീട് ബോധം തെളിഞ്ഞാൽ അയാൾ ആ നോമ്പ് നോറ്റുവിട്ടേണ്ടതുണ്ട്. കാര്യം ശ്രദ്ധിക്കുക. ഇത് ബുദ്ധിയുള്ള ഒരാൾക്ക് സംഭവിക്കുന്ന ബോധക്ഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതേസമയം ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിപ്പെട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ നോമ്പ് നോറ്റുവിട്ടേണ്ടതില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയതാണ് ജുനൂൻ, അഥവാ ഭ്രാന്തുണ്ടാവുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയത് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുനൂനി വൽ ജുദാമി വൽ ബറസി വസയ്യിൽ അസ്ഖാം. അല്ലാഹു, ഞാൻ നിന്നോട് കാവൽ തേടും മിനൽ ജുനൂൻ, ഭ്രാന്തിൽ നിന്ന്, വൽ ജുദാം, കുഷ്ഠരോഗത്തിൽ നിന്ന്, വൽ ബറസ്, വെള്ളപ്പാണ്ടിൽ നിന്ന്, വസയ്യിൽ അസ്ഖാം, എല്ലാ മോശമായ രോഗങ്ങളിൽ നിന്നും, ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയിട്ടുണ്ട്. ഭ്രാന്ത് എന്നത് അതുകൊണ്ട് തന്നെ നബിമാർക്ക് സംഭവിക്കുകയില്ല. അതേസമയം ബോധക്ഷയം ആർക്കുണ്ടാകും? അല്ലാഹുവിൻ്റെ നബിമാർക്ക് ഉണ്ടാകും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. ഇഗ്മാ എന്നാണ് അതിന് പറയുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒരു നിലക്ക് അഖ്ൽ നഷ്ടപ്പെടലാണ്, അല്ലെങ്കിൽ വഅയ് നഷ്ടപ്പെടലാണ്, ബുദ്ധി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുക. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഗ്മാ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നബിമാർക്ക് ജായിസാണ്. ജായിസ് എന്ന് പറഞ്ഞാൽ അവരിൽ സംഭവിക്കാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി കഠിനമായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. അവിടുന്ന് ബോധം തെളിയുമ്പോൾ ചോദിക്കുമായിരുന്നു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? സഹാബത്ത് പറയും, ലാ ഹും യംതദിറൂനക്, ഇല്ല നബി, അവരങ്ങേ കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമായി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പിന്നെയും ബോധരഹിതനായി വീഴും. വീണ്ടും ഉണരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ശരീരത്തിൽ ഒഴിക്കുമെന്നാണ്, കുളിക്കുമെന്നാണ്. എന്നിട്ട് ചോദിക്കും, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പോൾ അവർ പറയും, ഇല്ല, അങ്ങേ കാത്തിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും കുളിച്ചു നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീഴുക. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ബോധം പോയാൽ വുദൂ അതോടെ മുറിയും, വുദൂ ചെയ്യണം. പക്ഷേ കുളിക്കുക എന്നത് മുസ്തഹബായ നല്ല കാര്യമാണ്, അത് നിർബന്ധമായ കാര്യമല്ല. അപ്പോൾ നോക്കൂ, ഇതുവരെ പറഞ്ഞത് നോമ്പിൻ്റെ നിബന്ധനകൾ മൂന്നാമത്തേതാണ് ആഖിൽ, ബുദ്ധി ഉണ്ടായിരിക്കുക എന്നത്. നാലാമത്തേത് ഒരാൾ യാത്രക്കാരനല്ലാതിരിക്കുക എന്നതാണ്. ഇഖാമ, ഒരാൾ സ്വന്തം നാട്ടിൽ കഴിയുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസക്കാരനാവുക. യാത്രക്കാരനാണ് എങ്കിൽ ഒരാൾക്ക് നോമ്പ് നിർബന്ധമല്ല. നോമ്പെടുത്താലോ യാത്രക്കാരൻ നോമ്പ് സഹിഹാണ്, കുഴപ്പമൊന്നുമില്ല, നോമ്പ് സഹിഹാണ്. പക്ഷേ നോമ്പ് നിർബന്ധമാകുന്നില്ല. താമസക്കാരനാണോ എങ്കിൽ നോമ്പ് നിർബന്ധമാണ്. എങ്ങനെയാണ് ഒരാൾ യാത്രക്കാരനാണ് അല്ലെങ്കിൽ താമസക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? യാത്രയുടെ പരിധി എന്ന് പറയുന്നത് പണ്ഡിതന്മാർക്കിടയിൽ, പൊതുവെ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ചിലർ പറഞ്ഞു അത് ഒരു യാത്രയെന്ന് അനുഭവപ്പെടുന്ന ദൂരം സഞ്ചരിക്കുന്നുവോ അത് യാത്രയാണ്. മറ്റു ചിലർ പറഞ്ഞു അല്ല, ഒരു 80 കിലോമീറ്ററെങ്കിലും, ഏതാണ്ട് 80 കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ട് ആ യാത്ര എങ്കിൽ അയാൾ യാത്രക്കാരനാണ്. യാത്രക്കാരൻ്റെ അഹ്കാമുകൾ അപ്പോൾ അയാൾക്ക് ബാധകമാകും. നിസ്കാരം ചുരുക്കുക,
അതുപോലെ നോമ്പ് ഒഴിവാക്കുക, സ്ത്രീകളാണെങ്കിൽ മഹറം കൂടെ ഉണ്ടായിരിക്കുക, അഥവാ വിവാഹബന്ധം ഹറാമായ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കുക. ഇതൊക്കെ ബാധകമാവുക എപ്പോഴാണ്? യാത്രയുടെ പരിധി എത്തുന്ന ദൂരം സഞ്ചരിച്ചാൽ. അതല്ലാത്ത പോക്ക് വരവുകളിൽ അത് ബാധകമല്ല. ഈ പറഞ്ഞ വിധിവിലക്കുകളൊന്നും ബാധകമാകുകയില്ല. നിസ്കാരം ഖസർ ചെയ്യാൻ, നിസ്കാരം ചുരുക്കി നിസ്കരിക്കാൻ പാടില്ല, നോമ്പ് ഒഴിവാക്കാൻ പാടില്ല എന്നത് ബാധകമാകും. അഥവാ നിസ്കാരം ചുരുക്കാൻ പാടില്ല, നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. സ്ത്രീകളാണെങ്കിൽ അവർക്ക് മഹറമിൻ്റെ ആവശ്യമില്ല. ഇതിനേക്കാൾ ചുരുങ്ങിയ യാത്രയാണ് എങ്കിൽ. ഇനി നോക്കൂ, യാത്രയിൽ ഒരാൾ ഒരു സ്ഥലത്ത് അല്ലാഹു അതിൽ കൂടുതൽ സഹിഹായ അഭിപ്രായം ഒരു 80 കിലോമീറ്ററെങ്കിലും ഉണ്ടാകണം എന്നാണ്. ഒരു 80 കിലോമീറ്ററെങ്കിലും ഉണ്ട് എങ്കിലാണ് അതിന് യാത്ര എന്ന് പറയാൻ സാധിക്കുക. നോക്കൂ, ഇനി ഒരാൾ യാത്ര പോയി, ആ യാത്രയിൽ ഒരാൾ ഒരു സ്ഥലത്ത് താമസമാക്കണം, പക്ഷെ സ്ഥിര താമസമല്ല, തിരിച്ചു ഒരാളുടെ നാട്ടിലേക്ക്. അപ്പോൾ ആ ഇടക്ക് താമസിക്കുന്ന സ്ഥലത്ത് അയാൾ മുഖീമാണോ, അയാൾ അവിടെ താമസക്കാരനാണോ, അതല്ല അയാൾ മുസാഫിറാണോ, യാത്രക്കാരനാണോ? ആരുടെ ഹുക്കുമാണ്, അഹ്കാമുകളാണ് അയാൾക്ക് ബാധകമാവുക? ആരുടെ വിധിവിലക്കുകളാണ് അയാൾക്ക് ബാധകമാവുക? വല്ലാഹു അലം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. സഹീഹ് ആയത് വല്ലാഹു അലം, ഒരാൾ 4 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ 4 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആ സ്ഥലത്ത് താമസമാക്കുന്നുണ്ട് എങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ യാത്രക്കാരനല്ല, അയാൾ മുഖീമാണ്, അവിടുത്തെ താമസക്കാരനാണ്. 4 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അവിടെ താമസമാക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരം ഖസറാക്കരുത്, 4 2 നിസ്കരിക്കരുത്, നോമ്പ് ഒഴിവാക്കരുത്. അപ്പോൾ അയാൾ അവിടുത്തെ മുഖീമായി 4 അതിൽ കൂടുതലോ ദിവസം അവിടെ താമസിക്കുകയാണ് എങ്കിൽ. അതിനുള്ള തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ വേളയിൽ മക്കയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയ സഹാബിമാർക്ക് അവിടെ 3 ദിവസം താമസിക്കാൻ അനുവാദം നൽകി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബിമാർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന് മക്കയിലെത്തിയപ്പോൾ എത്ര ദിവസം താമസിക്കാൻ അനുവാദം നൽകി? 3 ദിവസം താമസിക്കാൻ അനുവാദം നൽകി. അതിൽ കൂടുതൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം ഒരു നാട്ടിൽ നിന്ന് ഹിജറ ഒരാൾ പോയാൽ പിന്നീട് ഏത് നാടാണോ അയാൾ അള്ളാഹുവിനോട് ഉപേക്ഷിച്ചത് അവിടെ സ്ഥിര താമസമാക്കാൻ പാടില്ല എന്നാണ്. കാരണം ഹിജറ എന്നത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കലാണ്. അള്ളാഹുവിന് വേണ്ടി നീ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ പിന്നെ നീ അത് തിരിച്ചെടുക്കാൻ പാടില്ല. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആയിദു ഫീ സദഖതിഹി കൽ കൽബി യഖീഉ ثم يعود في قيئه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ലനാ മസലു സൗ, മോശം ഉദാഹരണങ്ങൾ നമുക്കുള്ളതല്ല. അൽ ആയിദു ഫീ ഹിബതിഹി, ഒരാൾ ഒരു കാര്യം ദാനം നൽകി എന്നിട്ട് അത് തിരിച്ചു വാങ്ങിയാൽ അവൻ ആരെ പോലെയാണ്? കെൽ കെൽബി, ഒരു നായയെ പോലെയാണ്. യഖീഉ, അത് ഛർദ്ദിക്കും. തുമ്മ യഊദു ഫി ഖൈ, എന്നിട്ട് ആ ഛർദ്ദിച്ചത് തന്നെ അത് കഴിക്കും. അതുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത് തിരിച്ചു വാങ്ങുന്ന ആളെക്കുറിച്ച് പറഞ്ഞു. അതൊരിക്കൽ തിരിച്ചു വാങ്ങാൻ പാടില്ല. അത് അയാൾ പൈസ കൊടുത്ത് പോലും അയാളോട് വാങ്ങാൻ പാടില്ല എന്ന്, വിൽക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പാടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാൾക്ക് ഒരു കുതിരയെ ദാനം നൽകി. പക്ഷെ പിന്നീട് ഉമർ കാണുകയാണ് അയാൾ അതിനെ മര്യാദക്ക് നോക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അത് ചന്തയിൽ വിൽക്കുന്നു. ഉമർ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത് വാങ്ങാൻ പാടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വാങ്ങാൻ പാടില്ല, അത് വാങ്ങാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സദഖ കൊടുത്തത് അത് നീ വാങ്ങരുത്, വിൽക്കുകയാണെങ്കിൽ പോലും അയാളോട് അത് വാങ്ങരുത്. അത് സുബ്ഹാനല്ലാഹ് മീറാസായി കിട്ടിയാൽ എടുക്കാമോ എന്ന് വരെ ചർച്ചയുണ്ട്. അനന്തരാവകാശമായി കിട്ടി, അപ്പോൾ അത് എടുക്കാമോ? വല്ലാഹു അങ്ങനെ കിട്ടിയാൽ മാത്രം എടുക്കാം. നമ്മൾ ഭാവിയിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശിയാകാൻ നമുക്ക് സാധ്യതയുണ്ട്. അയാളാണ് ആദ്യം മരിച്ചെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ കാര്യം സദഖ നൽകി, അയാൾ മരണപ്പെട്ടു, അനന്തരാവകാശമായത് നമുക്ക് വന്ന് കിട്ടിയാൽ അത് സ്വീകരിക്കാം, അതെടുക്കാം എന്നാണ്, അല്ലാതെ വാങ്ങരുത് എന്നാണ്. അപ്പോൾ നോക്കൂ, ഹിജറ എന്നത് അള്ളാഹുവിന് വേണ്ടി ഒരു നാട് ഉപേക്ഷിക്കലാണ്. അതുകൊണ്ട് അത്
തിരിച്ചെടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സഹാബിമാർക്ക് അവിടെ പിന്നെ സ്ഥിരതാമസമാക്കാൻ അനുവാദം നൽകിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഇസ്ലാമിൻ്റെ രാജ്യമായിട്ടും പിന്നീട് എവിടെ താമസിക്കാതിരുന്നത്? മക്കയിൽ താമസിക്കാതിരുന്നു. അതല്ലാതെ എന്തുകൊണ്ടല്ല? മദീന മക്കയേക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ടല്ല. മദീന ശ്രേഷ്ഠമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠത ഉള്ളത് എവിടെയാണ്? മക്കക്കാണ്. മക്കയാണ് മദീനയേക്കാൾ ശ്രേഷ്ഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, മക്കയിൽ നിന്ന് ഹിജ്റ പോകുമ്പോൾ മക്കയെ നോക്കി പറഞ്ഞു, വല്ലാഹി ഇന്നി അലമു അന്നകി ഖൈറു അർദില്ലാഹ് വഅഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് വലൗലാ അന്ന ഖൗമകി അഖ്റജൂനി മാ ഖറജ്തു മിൻക. എനിക്കറിയാം നീയാണ് ഏറ്റവും നല്ല നാട്, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ വിട്ടു പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ നോക്കി പറഞ്ഞത് കാണാം. മക്ക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ട് അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരതാമസമാക്കിയില്ല. അൻസാറുകൾ അത് പേടിച്ചു എന്നാണ്. മക്ക കീഴടക്കിയ സമയത്ത് അൻസാറുകൾ പേടിച്ചു, നബിക്ക് കുടുംബക്കാരെ കിട്ടി, ഇനി ഞങ്ങൾ വിട്ട് മക്കയിൽ താമസിച്ചേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്യാക്കും, ഇല്ല, ജീവിതം നിങ്ങളുടെ കൂടെ, മരണം അതും നിങ്ങളുടെ കൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോട് പറയുകയുണ്ടായി. മദീനയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു. മദീനയിലാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു എൻ്റെ സഹാബത്തിന് നീ അവരുടെ ഹിജ്റ പൂർത്തിയാക്കി നൽകണമേ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് രോഗബാധിതനായി. അദ്ദേഹം പേടിച്ചു, മക്കയിൽ മരിച്ചു പോകുവാൻ. എന്തിനാണ് പേടിച്ചത്? ഹിജ്റ പൂർത്തിയാകാതെ പോയേക്കുമോ എന്ന് പേടിച്ചിട്ട്. കാരണം സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു എന്ന സഹാബി മക്കയിൽ മരണപ്പെട്ടിരുന്നു. അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബിയായിരുന്നു. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വലാകിന്നൽ ബാഇസ് സഅദ് ബിൻ ഖൗല, പാവം സഅദ് ബിൻ ഖൗല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മക്കയിൽ മരണപ്പെട്ടു എന്നതുകൊണ്ട്. അപ്പോൾ നോക്കൂ, അവിടെ 3 ദിവസം നബി അനുവാദം നൽകി എന്നതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു 3 ദിവസം താമസിച്ചാൽ അവിടെ മുഖീം ആവുകയില്ല. അതുകൊണ്ടാണ് മുഖീം നബി അതിന് അനുവാദം നൽകിയത്. അതിൽ കൂടുതലാകുമ്പോൾ 4 അതിൽ കൂടുതൽ ദിവസം. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുകയാണ്, ആ സ്ഥലത്ത് 4 അല്ല അതിലധികം ദിവസമോ താമസിക്കും എന്ന തീരുമാനത്തിലാണ് നമ്മളോട് ചെല്ലുന്നതെങ്കിൽ ആ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാത്രക്കാരൻ്റെ വിധിവിലക്കുകൾ ബാധകമല്ല. നിസ്കാരം ഖസറാക്കരുത്, നോമ്പ് ഒഴിവാക്കരുത്. അവിടെ എത്തിയാലാണ് പറയുന്നത്. പോക്കിനും വരവിനും ഇടയിലല്ല. പോക്കും വരവ് യാത്രയാണല്ലോ. എത്തിക്കഴിഞ്ഞാൽ യാത്രക്കാരൻ്റെ ഇളവുകൾ സ്വീകരിച്ചുകൂടാ. അതേസമയം ഒരാൾ ഒരു നാട്ടിലേക്ക് ചെല്ലുകയാണ്, അയാൾക്ക് അറിയില്ല എത്ര ദിവസം നിൽക്കും എന്ന് അയാൾക്ക് അറിയില്ല. അതായത് 4 ദിവസത്തിൽ 4 ദിവസം ആവുമെന്ന് ഉറപ്പാണ്, അതിൽ കൂടുതൽ എത്രയാകുമെന്നറിയില്ല എങ്കിൽ അയാൾ യാത്രക്കാരനല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ എത്രയാണെന്ന് അറിയുകയേ ഇല്ല. ചിലപ്പോൾ 1 ദിവസം കൊണ്ട് തീരും, ചിലപ്പോൾ 2 ദിവസം കൊണ്ട് തീരും, പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരാൾ ഒരു സ്ഥലത്ത് താമസമാക്കി, എന്നിട്ട് അയാൾ അവിടെ താമസിക്കുകയാണ് ദിവസങ്ങളോളം. ഉദാഹരണത്തിന് ഒരാളെ തെരഞ്ഞു ചെല്ലുകയാണ് ഒരു നാട്ടിൽ, ഒരാളെ കാണാതായി, നഅൂദുബില്ലാഹ്, എന്നിട്ട് തെരഞ്ഞു ചെല്ലും ഒരു നാട്ടിലേക്ക്. അയാൾ അന്വേഷിച്ച് ആ നാട്ടിൽ ആൾ താമസിക്കേണ്ടി വരികയാണ്. അവിടെ കാലങ്ങൾ താമസിച്ചാലും അയാൾ യാത്രക്കാരൻ്റെ ഹുക്കുമിലാണ് എന്ന്, യാത്രക്കാരൻ്റെ വിധിവിലക്കുകൾ അയാൾക്ക് അവിടെ ബാധകമാണ് എന്നാണ്. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഇഖാമത്ത് എത്ര നാളാണ് എന്നറിയുമെങ്കിൽ 4 അതിൽ കൂടുതലോ ദിവസമാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ യാത്രക്കാരൻ്റെ വിധിവിലക്കുകൾ ബാധകമല്ല. യാത്രയിൽ നോമ്പാണോ ഖൈർ അല്ല നോമ്പ് ഒഴിവാക്കലാണോ ഖൈർ എന്നത് മറ്റൊരു മസലയാണ്. നമ്മൾ പറഞ്ഞു യാത്രക്കാരന് നോമ്പ് നിർബന്ധമല്ല. പക്ഷേ ഒരാൾക്ക് യാത്രയിൽ നോമ്പ് എടുക്കലാണോ ഖൈർ അല്ല നോമ്പ് ഒഴിവാക്കലാണോ ഖൈർ, അഫ്ദൽ ഏതാണ്, ശ്രേഷ്ഠം ഏതാണ്? ഉത്തരം ഐസറാണ് അഫ്ദൽ എന്നതാണ്. ഐസർ ഏതാണോ അത് അഫ്ദൽ. ഏതാണ് അയാൾക്ക് ഏറ്റവും എളുപ്പം അതാണ് അയാൾക്ക് ഏറ്റവും അഫ്ദൽ, ശ്രേഷ്ഠം. ഒരാൾക്ക് എളുപ്പം യാത്രയിൽ നോമ്പ് എടുക്കലാണ്, അയാൾക്ക് ഖദാ പ്രയാസമാണ്. അതായത് നോമ്പല്ലാത്ത സമയത്ത്, റമദാൻ അല്ലാത്ത സമയത്ത് നോമ്പ് എടുക്കുക പ്രയാസമാണ്. പൊതുവെ ആളുകളുടെ സ്ഥിതി അങ്ങനെയാണ്. റമദാനിലെ നോമ്പ് ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകും. പക്ഷെ റമദാൻ അല്ലാത്ത സമയത്ത് നോമ്പ് പല ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അയാളുടെ സ്ഥിതിയെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അഫ്ദൽ ഏതാണ്, ശ്രേഷ്ഠം ഏതാണ്? യാത്രയിൽ നോമ്പെടുക്കലാണ്.
അതല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ ആ നോമ്പ് പ്രയാസമാണ്, പക്ഷെ ബുദ്ധിമുട്ടുള്ള യാത്ര. ഖദാ ആണ് അതിനേക്കാൾ എളുപ്പം. മറ്റൊരു ദിവസം റമദാൻ അല്ലാത്ത മറ്റൊരു ദിവസം എടുത്തു വിട്ടലാണ് എളുപ്പം എങ്കിൽ അഫ്ദൽ ഏതാണ്, ശ്രേഷ്ഠം ഏതാണ്? നോമ്പ് ഒഴിവാക്കലാണ്. നോമ്പ് ഒഴിവാക്കലാണ്. ഇത് രണ്ടിനും ഹദീസുകളിൽ നമുക്ക് തെളിവുകൾ കാണാം. യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്ത സംഭവമുണ്ട്. എന്നാൽ ഒരാൾ വളരെ ക്ഷീണിതനായാലും മറ്റു ചില ആളുകളൊക്കെ ഒരാൾക്ക് തണലിങ്ങനെ വിരിച്ചു കൊടുക്കണം. ഒരാൾ നോമ്പെടുത്താകെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, യാത്രയിലായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യാത്രയിൽ നോമ്പ് ബിർറല്ല, നന്മയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതെന്തർത്ഥത്തിലാണ്? ആൾ പ്രയാസപ്പെട്ടാണ് ഈ എടുക്കുന്നത്. ഈ രണ്ട് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞത്. അഫ്ളൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഐസറാണ് അഫ്ളൽ എന്നതാണ് ഉത്തരം. എളുപ്പം ഏതോ അതാണ് അഫ്ളൽ. നോമ്പിൻ്റെ നിബന്ധനകളിൽ അടുത്തത് അഞ്ചാമത്തത് ഖുദ്റത്താണ്. നോമ്പെടുക്കാനുള്ള ശേഷി ഒരാൾക്കുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നോമ്പെടുക്കാനുള്ള ശേഷി ഇല്ലാതെ പോയേക്കാം. രോഗം കൊണ്ടോ മറ്റോ ഒരാൾക്ക് നോമ്പെടുക്കാനുള്ള ശേഷി ഇല്ലാതെ പോയേക്കാം. എങ്കിൽ അയാൾക്ക് നോമ്പ് എടുക്കുക എന്നത് നിർബന്ധമല്ല. അയാൾക്കത് സാധിക്കുന്ന സമയത്ത് നോമ്പെടുത്താൽ മതിയാവും. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് കാണാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുള്ള കഷ്ടമുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് നോമ്പിന് ഇളവുണ്ട് എന്ന് പറയാത്തത്? ഇപ്പോൾ ഭാരിച്ച ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്ക് നോമ്പ് ഇളവുണ്ട് എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞത് കാണാം, യാത്രയിൽ ഇളവുണ്ട്, പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇളവില്ല എന്ന് ചോദിച്ചാൽ, സ്ഥിരമായി ആ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ശീലമാണ്, അത് അയാളുടെ ശീലമായ കാര്യമാണ്. ഒരു കാര്യം മുഅ്താദായി കഴിഞ്ഞാൽ, ശീലമായി കഴിഞ്ഞാൽ പൊതുവെ അത് എളുപ്പമായിരിക്കും എന്നാണ്. അതേസമയം ഈ പ്രയാസങ്ങൾ എന്നത് ആരിതായി അതിനിടയിൽ സാധാരണ ജീവിതത്തിനിടയിൽ കടന്ന് കയറി വരുന്ന കാര്യമാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ അതുപോലെ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഭാരിച്ച ജോലികൾ റമദാനിൻ്റെ സമയത്ത് ഒന്നുകിൽ അയാൾ നീക്കി വെക്കുകയോ അല്ലെങ്കിൽ രാത്രിയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ റമദാനിന് ശേഷം നീക്കി വെക്കുകയോ ഒക്കെ ചെയ്യുക എന്നത് ഒരാൾക്ക് പൊതുവെ സാധ്യമാകുന്ന കാര്യമാണ്. നോക്കൂ, അപ്പോൾ ഖുദ്റത്ത് മറ്റൊരു നിബന്ധനയാണ്. അടുത്ത നിബന്ധന, ആറാമത്തെ ഷർത്ത് എന്നത് ഹൈദിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയായിരിക്കണം എന്നതാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രം ബാധകമാകുന്ന നിബന്ധനയാണ്. സ്ത്രീകൾക്ക് മാത്രം ബാധകമാകുന്ന നിബന്ധനയാണ് ഹൈദിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയായിരിക്കുക എന്നത്. അപ്പോൾ നോക്കൂ, ഒരു സ്ത്രീ റമദാനിൻ്റെ പകലിൽ ശുദ്ധിയായാൽ അവൾക്ക് ആ ദിവസത്തെ നോമ്പ് നോൽക്കുക എന്നൊരു സംഗതി ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇസ്ലാം പകുതിക്ക് വെച്ച് സ്വീകരിച്ചാൽ അയാൾ ബാക്കിയുള്ള സമയം അയാൾ നോമ്പെടുക്കുന്നില്ലെങ്കിൽ അതുപോലെ നിൽക്കണം എന്ന് പറഞ്ഞു. അതുപോലെ കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ ആ സമയത്ത് ബാക്കിയുള്ള നേരം ഭക്ഷണോപാനീയം ഉപേക്ഷിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ആ കാര്യം ഇവിടെ ഈ സ്ത്രീക്ക് ബാധകമല്ല. അങ്ങനെ അവർക്കും ബാധകമാണെന്നൊരു അഭിപ്രായമുണ്ട് ഫിഖ്ഹിൽ. ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കുക, റമദാനിൻ്റെ പകലിൽ ഒരു സ്ത്രീ ഹൈദിൽ നിന്ന് അല്ലെങ്കിൽ നിഫാസിൽ നിന്ന്, ആർത്തവത്തിൽ നിന്നോ പ്രസവരക്തത്തിൽ നിന്നോ ശുദ്ധിയായി ബാക്കിയുള്ള സമയം അവൾ നോമ്പുകാരെ പോലെ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് കഴിയേണ്ടതുണ്ടോ? ഉണ്ട് എന്നൊരു അഭിപ്രായമുണ്ട് ഫിഖ്ഹിൽ. പക്ഷേ വല്ലാഹു അലം കൂടുതൽ ശരി സഹീഹ് അങ്ങനെ ചെയ്യേണ്ടതില്ല. അവൾക്ക് ബാക്കിയുള്ള സമയം ഭക്ഷണവും വെള്ളവും കുടിക്കാം, കഴിക്കാം. ഒരു കാരണം എന്താണ്? കാരണം ഈ ദിവസം അവൾ നോമ്പ് നോറ്റ് വീട്ടണം. പിന്നീട് നോറ്റ് വീട്ടേണ്ട നോമ്പാണ്. ഈ ദിവസത്തിന് പകരം അവൾ പിന്നീട് നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ട്. ഇനി നോക്കൂ, ഫജറിന് മുൻപ് ഒരു സ്ത്രീ ശുദ്ധിയായിട്ടുണ്ട് എങ്കിൽ, ഫജറിന് മുമ്പ് ഒരു സ്ത്രീ ശുദ്ധിയായിട്ടുണ്ട് എങ്കിൽ അവൾക്ക് നോമ്പ് നിർബന്ധമായി തീരും. അവൾക്ക് ഫജറിന് മുൻപേ കുളിക്കണമെന്നത് നിർബന്ധമില്ല. അത് നിസ്കാരത്തിന് മുൻപായി കുളിച്ചാൽ മതി. ഹൈദ് അവസാനിച്ചാൽ കുളി എന്നത് നിർബന്ധമാണ്. പക്ഷെ ആ കുളി ഫജറിന് മുൻപേ കുളിച്ചു കൊള്ളണം എന്ന് ഇല്ല. ഫജറിന് മുൻപ് രക്തം നിലച്ചാൽ അതോടെ അവൾക്ക് അന്നത്തെ നോമ്പ് നിർബന്ധമായി തീരുന്നു. അത് ഫജറിന് ഏതാനും നിമിഷം മുൻപ് ശുദ്ധിയായാൽ പോലും അന്നത്തെ നോമ്പ് നിർബന്ധമാണ്.
നേരെ മറിച്ച് ഒരു സ്ത്രീക്ക് അവൾ നോമ്പെടുത്തു, സൂര്യൻ അസ്തമിക്കുന്നത് അല്പം മുൻപ് അവൾക്ക് ഹൈദുണ്ടായി എങ്കിൽ അവളുടെ നോമ്പ് ഫസാദായിരിക്കുന്നു, അന്നത്തെ നോമ്പ് ബാത്തിലായിരിക്കും. ആ നോമ്പ് എടുത്തു വിട്ടണം. ഇത് പൂർത്തിയാക്കാൻ അനുവാദമില്ല. നോമ്പെടുക്കുക എന്നത് ഹറാമാണ്. ഹൈദുൽ നിഫാസിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നോമ്പെടുക്കുക എന്നത് അവൾക്ക് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അത് സഹീഹല്ല എന്ന് മാത്രമല്ല, അത് ഹറാമാണ്. നോമ്പെടുക്കാൻ പാടില്ല. ശുദ്ധിയായാൽ അത് നോറ്റ് വീട്ടുകയും ചെയ്യണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സ്ത്രീ ചോദിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. താബിഈയത്തായ ഒരു സ്ത്രീയാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ തഖ്ദി സലാഹ് വല തഖ്ദി സൗം, നോമ്പ് നോറ്റുവിട്ടാൻ ആണല്ലോ ഇസ്ലാമിലെ നിയമം, എന്നാൽ നിസ്കാരം നോറ്റുവിട്ടുണ്ടല്ലോ ഹൈദിൻ്റെ സമയത്ത് നിസ്കാരം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹറൂറിയത്തുൻ അൻതി, നീ എന്താ ഖാരിജിയാണോ, ഖവാരിജികളുടെ കൂട്ടത്തിലുള്ളതാണോ എന്ന് അവരോട് ചോദിച്ചു. കാരണം അവർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ഖവാരിജികളുടെ ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു വാദമുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹറൂറിയത്തുൻ അൻതി, നീ എന്താ ഹറൂറിയത്താണോ? അപ്പോൾ ഒരാൾ ഏതെങ്കിലും പഴച്ച കൗമിൻ്റെ രൂപത്തിലുള്ള ചോദ്യം, അവരുടെ വാദത്തിൽപ്പെട്ട ചോദ്യം ചോദിച്ചാൽ ഒരാൾ നീ എന്താ അതിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അവർ കുറ്റം പറയാൻ സാധിക്കില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഹറൂറിയത്തുൻ അൻതി, നീ എന്താ ഹറൂറിയാണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അല്ല ഞാൻ ഹറൂറിയത്തല്ല, ലക്കിനി അസ്അൽ, ഞാൻ ചോദിച്ചത് മാത്രം. ആയിഷ റളിയല്ലാഹു അൻഹ അതിന് മറുപടിയായി പറഞ്ഞു, ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹൈദ് ഉണ്ടാകാറുണ്ട്. നിസ്കാരം ഖദാ വിട്ടാൽ ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതിന് നോമ്പ് ഖദാ വിട്ടാൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് മറുപടി. അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. നോമ്പ് നോറ്റ് വിട്ടാൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നിസ്കാരം കൽപ്പിക്കപ്പെട്ടിരുന്നത്, അതാണ് അതിനുള്ള മറുപടി. അപ്പോൾ നോക്കൂ, തസ്ലീം എങ്ങനെയാണ് സഹാബത്ത് ആളുകളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു, അതിന് നീ കീഴൊതുങ്ങ്. നീ മുസ്ലിമാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ ദീനിൻ്റെ എല്ലാ വിധിവിലക്കുകൾക്ക് പിന്നിലും ഹിക്മത്തുണ്ട്, അള്ളാഹുവിൻ്റെ യുക്തിയുണ്ട്. പക്ഷെ എല്ലാ ഹിക്മത്തും, എല്ലാ വിധിവിലക്കുകൾക്ക് പിന്നിലെ ഹിക്മത്തും അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നുകൊള്ളണം എന്നില്ല. അതിന് നിനക്ക് എന്തു മതി? അള്ളാഹു ഹക്കീമാണെന്ന നിൻ്റെ വിശ്വാസം മതി. അള്ളാഹു എല്ലാ യുക്തിയുമുള്ളവനാണ്, അവൻ്റെ ഏത് പ്രവർത്തനത്തിന് പിന്നിലും അവൻ്റെ യുക്തിയുണ്ട് എന്ന വിശ്വാസം അത് തന്നെ മതിയാകുന്നതാണ്. നിനക്ക് ഖൈറായ കാര്യങ്ങൾ, നിൻ്റെ ഈമാനിന് ഗുണകരമാകുന്ന ഹിക്മത്തുകൾ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പാഠങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരത് മനസ്സിലാക്കിയെടുത്തിട്ടുമുണ്ട്. അപ്പോൾ നോക്കൂ, ഇതാണ് സ്ത്രീകളുടെ ഹൈദിൻ്റെ നിഫാസിൻ്റെ സമയത്തുള്ള നോമ്പിൻ്റെ കാര്യം. അപ്പോൾ നോക്കൂ, ഖുദ്റത്തു അലസ്സവും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത്, ഖുദ്റത്തു അലസ്സവും നോമ്പെടുക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞെടുത്ത് പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ അതിൽ വരും. ഉദാഹരണത്തിന് ഗർഭിണികൾ, അവർ അതിന് സാധിക്കാതെ വന്നേക്കും. ചിലപ്പോൾ അവരുടെ ശരീരത്തെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ വയറ്റുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പേടിച്ചിട്ട്. അതുപോലെ ഊട്ടുന്ന സ്ത്രീകൾ, അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അതിൻ്റെ കഫാറത്ത് എന്താണ്, ഖദാ എന്താണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പഠിക്കാം. പക്ഷേ അവർക്ക് ഇളവുണ്ട്. കാരണം കുട്ടിക്കത് ദോഷകരമായി പലപ്പോഴും ബാധിച്ചേക്കും. പലപ്പോഴും ചെറിയ കുട്ടികൾ, 1 വയസ്സിനും 6 മാസത്തിനൊക്കെ താഴെയുള്ള കുട്ടികൾ, പലപ്പോഴും ഉമ്മ നോമ്പെടുത്തിട്ട് കുട്ടിയെ മുലയിൽ ഊട്ടിയാൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. പല കുട്ടിക്ക് ദഹിക്കാത്ത പ്രശ്നം വരും, വയറിളക്കം, ഛർദി പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഹാമിലിന്, അതുപോലെ മുർദിഇന്, മുലയൂട്ടുന്ന സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവ് നൽകിയിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന് റളിയല്ലാഹു അൻഹും അതേക്കുറിച്ച് റിവായത്തുകൾ വന്നത് കാണാം. അതിൻ്റെ കഫാറത്ത് എന്താണ്, അല്ലെങ്കിൽ അവർ ഖദാഇൻ്റെ വിധി എന്താണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. നോക്കൂ, 7ാമത്തെ ഷർത്ത് അത് നിയ്യത്താണ്. കാരണം ഏത് അമലും അള്ളാഹു നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ.
ഓരോ മനുഷ്യനും അവൻ നീയത്താക്കിയതെന്തോ അവൻ ഉദ്ദേശിച്ചതെന്തോ അതേ ഉള്ളൂ. നീയത്ത് നോമ്പിൻ്റെ ഷർത്താണ്. നീയത്തുണ്ടെങ്കിലേ നോമ്പ് ശരിയാവുകയുള്ളൂ. എവിടെയാണ് നീയത്തിൻ്റെ മഹൽ? നീയത്തിൻ്റെ ഇടം എവിടെയാണ്? കൽബാണ്, ഹൃദയമാണ്. ഹൃദയത്തിൽ നീ നോമ്പ് നോൽക്കണം എന്ന് നീയത്താക്കുക. നോമ്പ് എന്നാൽ നീയത്ത് തലഫുദ്, നാവ് കൊണ്ട് ചൊല്ലി പറയുക എന്നത് പാടില്ല, ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിക്കാത്ത കാര്യമാണ്. മറിച്ച് നീയത്ത് നീ മനസ്സിൽ കരുതുക, അതല്ലാതെ അത് ചൊല്ലി പറയേണ്ടതില്ല. അസൂമു അല്ലെങ്കിൽ നവൈതു സൗമഗദിൻ ലില്ലാഹി തആല എന്നിങ്ങനെ നീയത്ത് ആളുകൾ ചൊല്ലിക്കൊടുക്കുന്നത്, ആളുകൾ ഏറ്റുകൊല്ലുന്നതും ഒക്കെ കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ മാതൃകയില്ലാത്ത കാര്യമാണ്. ഒറ്റക്കോ കൂട്ടമായോ അത് പറയേണ്ടതില്ല. അത് ഖൈറായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻപ് അവരത് ചെയ്യേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കേണ്ടതാണ്. എന്നാൽ നീയത്ത് ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ സിയാമ ലിമൻ ലം യുജ്മിഅ ഖബ്ല അൽ ഫജ്ർ. ഫജ്റിന് മുൻപ് നോമ്പ് കരുതാത്തവന് നോമ്പില്ല. ഫജ്റിന് മുൻപ് നോമ്പ് കരുതാത്തവന് നോമ്പില്ല. അതുകൊണ്ട് നമ്മൾ നോമ്പിന് എപ്പോൾ നിയത്താക്കണം? പകലാകുന്നതിന് മുൻപ്, സുബ്ഹിന് മുൻപേ നിയത്താക്കണം. നിർബന്ധമായ നോമ്പാണെങ്കിൽ, റമദാനിലെ നോമ്പ് പോലെ നിർബന്ധമായ നോമ്പാണെങ്കിൽ ഫജ്റിന് മുൻപേ നിയത്താക്കണം. സുന്നത്തായ നോമ്പാണോ പകലിൽ വേണമെങ്കിൽ ബാക്കി സമയം ഇനി അതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ നോമ്പെടുക്കാൻ നിയത്താക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, ദഖല അലയ്യ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഫഖാൽ ഹൽ ഇൻദകും ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം എൻ്റെ അടുത്ത് കയറി വന്നു, എന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഫഖുൽനാ ലാ, പറഞ്ഞു ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിലെ സ്ഥിതിയാണ്. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലാതാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വീട്ടിൽ ഒരു സ്ത്രീ ചോദിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് വന്നത് 2 പെൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വീട്ടിൽ കയറി നോക്കിയപ്പോൾ എന്തേ കണ്ടുള്ളൂ? 3 കാരക്ക മാത്രം. അല്ലാഹു അക്ബർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആ 3 കാരക്കെടുത്ത് ഇമ്മാൻ്റെ കയ്യിൽ കൊടുത്തു. ആ സ്ത്രീ എന്ത് ചെയ്തു? 2 പെൺമക്കൾ കൊടുത്തു. മൂന്നാമത്തത് ആ ഉമ്മ തിന്നാനൊരുങ്ങുമ്പോൾ, വായിലേക്ക് വെക്കാനൊരുങ്ങുമ്പോൾ ഈ 2 പെൺകുട്ടികൾ അത് ആഗ്രഹത്തോടെ അതിന് നോക്കുകയാണ്. ആ സ്ത്രീ എന്ത് ചെയ്തത്? 2ആയി പകുത്ത് ഈ 2 പെൺകുട്ടികൾ കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പ്രവർത്തനം അവൾക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കളോടുള്ള റഹ്മത്താണ്. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് കരുണ കാണിക്കുന്നതിൻ്റെ ഫضൽ, അതിൻ്റെ ശ്രേഷ്ഠത ആ ഹദീസിലുണ്ട്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞില്ല. അപ്പോൾ നബി പറയുകയാണ്, ഫഇന്നി ഇദൻ സായിം, എങ്കിൽ ഞാനിന്ന് നോമ്പെടുക്കുകയാണ്. ഇത് ധാരാളം സഹാബത്തിൽ നിന്ന് റിവായത്ത് ചെയ്ത് വന്നിട്ടുള്ളത് കാണാം. അബൂ ദർജ, അബൂ ത്വൽഹ, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, ഹുദൈഫ റളിയല്ലാഹു അൻഹും തുടങ്ങിയ സഹാബിമാരിൽ നിന്നൊക്കെ സമാനമായ സംഭവങ്ങൾ നമുക്ക് കാണാം. ഉമ്മു ദർജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത ഒരു താബിഈ വനിതയാണ് ഉമ്മു ദർജ. അവർ സഹാബിയത്തല്ല, മറിച്ച് താബിഈയത്താണ്. അബൂ ദർജ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. അബൂ ദർജയിന് ഭാര്യമാരായി 2 പേരുണ്ടായിരുന്നു. ഉമ്മു ദർജ അൽ കുബ്ര, ഉമ്മു ദർജ അസ്സുഗ്റ. ഉമ്മു ദർജ ആദ്യം വിവാഹം ചെയ്തത് സഹാബി വനിതയാണ്. പക്ഷെ അവർ ഹദീസുകളൊന്നും ഉദ്ധരിച്ചിട്ടില്ല. പിന്നീട് അവർ മരണപ്പെട്ടപ്പോൾ അബൂ ദർജ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവർ സഹാബിയല്ല, താബിഈയത്താണ്. ഉമ്മു ദർജ റളിയല്ലാഹു റഹിമഹല്ലാഹ് അവർ പറഞ്ഞു, കാന അബൂ ദർജ യഖൂൽ, അബൂ ദർജ റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, അഇൻദകും തആം, ഭക്ഷണം വല്ലതുമുണ്ടോ? ഫഇൻ ഖുൽനാ ലാ, ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും, ഫഇന്നി സായിമുൻ യൗമി ഹാദ, എന്നാൽ ഞാൻ നോമ്പെടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് സുന്നത്തിനുള്ള എളുപ്പമാണ്. ദീനിൽ സുന്നത്തായ കർമ്മങ്ങൾ എടുക്കാൻ കൂടുതൽ എളുപ്പം നൽകപ്പെട്ടിട്ടുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇരുന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കാൻ കഴിവുണ്ട് എങ്കിലും പക്ഷെ പകുതി പ്രതിഫലം. ഫർദ് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. നിന്ന് നിസ്കരിക്കുക എന്നത് ഫർദായ നിസ്കാരത്തിൻ്റെ റുക്നാണ്. നിനക്ക് നിൽക്കാൻ കഴിവുണ്ടായിരിക്കെ ഫർദ് ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. നിന്ന് തന്നെ നിസ്കരിക്കണം. നിൽക്കാൻ കഴിവുണ്ട് എങ്കിൽ, എന്നാൽ വേദനിക്കും, നിസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെടുന്ന രൂപത്തിൽ വേദനയുണ്ട് എങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. മനസ്സിലായത്? പ്രയാസമുള്ള അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. അല്ലെങ്കിൽ
ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല, ഫർദ് നിന്നിട്ട് തന്നെ നിസ്കരിക്കാം. സുന്നത്ത് അങ്ങനെയല്ല, കഴിവുണ്ട് എങ്കിലും ഇരുന്ന് നിസ്കരിക്കാം, പക്ഷെ പകുതി പ്രതിഫലം. അതുപോലെ ഖിബിലയുടെ മസൈലയിൽ യാത്രയിൽ സുന്നത്ത് നിസ്കാരത്തിലുള്ള ഇളവ് ഫർദ് പോലെയല്ല. ഫർദാണെങ്കിൽ ഖിബിലക്കേറെ തിരിയാൻ സാധിക്കുന്ന വാഹനമാണെങ്കിൽ ഖിബിലക്കേറെ തിരിഞ്ഞിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. യാത്രയിലാണെങ്കിൽ നമ്മുടെ വാഹനമാണെങ്കിൽ നിർത്തിയിട്ട് നിസ്കരിക്കണം, ഖിബിലക്കേറെ തിരിഞ്ഞിട്ട് റുക്കനുകളൊക്കെ പാലിച്ച് നിസ്കരിക്കണം. അതല്ല അങ്ങനെ സാധിക്കാത്ത വാഹനങ്ങളാണ് എങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ സാധിക്കുന്നത് പോലെ നിസ്കരിക്കാം. സാധിക്കുമെങ്കിൽ ഖിബിലക്ക് നേരെ തിരിയുക യാത്രയിൽ നിർബന്ധമാണ്. എന്നാൽ യാത്രയിൽ സുന്നത്ത് നിസ്കാരമാണോ ഖിബിലക്ക് നേരെ തിരിയുക എന്നത് നിർബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് വാഹനം തിരിഞ്ഞിടത്തേക്ക് എങ്ങനെ പോകുന്നു അങ്ങനെ നിസ്കരിച്ചിരുന്നു. ഇതെല്ലാം സുന്നത്തിനുള്ള എളുപ്പം നൽകണം, സുന്നത്ത് ധാരാളമായി നിർവഹിക്കാൻ വേണ്ടി. അപ്പോൾ നോക്കൂ, സുന്നത്തായ നോമ്പാണ് എങ്കിൽ പകലിൽ വേണമെങ്കിൽ നിയ്യത്താക്കാം. ഫർദാണോ ഫജ്റിന് മുൻപേ നിയ്യത്തുണ്ടായിരിക്കണം. ഇവിടെയാണ് മറ്റൊരു മസ്അല ഉള്ളത്. റമദാനിലെ നോമ്പിൽ എല്ലാ രാത്രിയിലും നാളെ നോമ്പാണ്, നോമ്പെടുക്കും എന്ന നിയ്യത്ത് കരുതൽ നിർബന്ധമാണോ? അതിൽ ഇങ്ങനെ കടുത്ത അഭിപ്രായം വന്ന ചില ആളുകൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായത്തിൽ എന്ത് സംഭവിക്കും? സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലെ ശാഫിഈ മദ്ഹബുകാരാണെന്ന് പറയുന്നവർ പല ആളുകളെ ഈ കാര്യത്തിൻ്റെ പേരിൽ ആ അഭിപ്രായം സ്വീകരിച്ച് പ്രയാസപ്പെടാറുണ്ട്. തലേന്ന് മറന്നുപോയി, നോമ്പും കഴിഞ്ഞ് എടുത്ത് നോമ്പൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് പറയുന്നത് നോമ്പ് വാത്തിലാണ്. എന്തേ നേരത്തെ നിയ്യത്ത് പറയാൻ മറന്നുപോയി? അല്ല, സഹീഹ് എന്താണ്? റമദാൻ ആകുന്നതോടെ മുസ്ലിമീങ്ങളൊക്കെ മനസ്സിലെന്താണ്, ഇനി ഒരു മാസം നോമ്പ്, എല്ലാവരും ആ നിയ്യത്തുണ്ട്, അത് മതിയാകുന്നതാണ്. റമദാൻ 30 നോമ്പിനും നീ റമദാൻ തുടങ്ങുമ്പോഴുള്ള ഇനി ഒരു മാസം എനിക്ക് നോമ്പാണെന്ന നിയ്യത്ത് മതിയാകുന്ന. ഓരോ രാത്രിയിലും അത് കരുതണം, മനസ്സിൽ കൊണ്ടുവരണം. ഞാൻ ഇന്നലെ രാത്രി അത് ഓർത്തിരുന്നോ, ഇന്നലെ ആ നാളെ നോമ്പാണെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നോ എന്ന് ഓർത്ത് ബേജാറാകണ്ട. മറിച്ച് റമദാൻ തുടങ്ങുമ്പോൾ ഉള്ള നിൻ്റെ മനസ്സിലെ നിയ്യത്തിന് 30 ദിവസം നോമ്പാണ്, ഇനി ഒരു മാസം നോമ്പാണ് എന്ന നിയ്യത്ത് മതിയാകുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കുക, പക്ഷേ ഇടയിൽ ഒരു വിടവ് വന്നാൽ, ഇടയിൽ ഒരു ദിവസം നിനക്ക് നോമ്പ് ഒഴിവായിപ്പോയി, രോഗമോ അല്ലെങ്കിൽ യാത്രയോ മറ്റോ കാരണത്താൽ റമദാനിന് ഇടയിൽ വെച്ച് നോമ്പ് തടസ്സപ്പെട്ടു, ഇടവേള വന്നു, അപ്പം പിന്നെ എന്ത് വേണം? നോമ്പ് പിന്നെ തുടങ്ങുമ്പോൾ നിയ്യത്താക്കണം. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ നോമ്പെടുക്കുമെന്ന നിയ്യത്ത് മനസ്സിലുണ്ടായാൽ മതി. അതല്ലാതെ അതിൽ ഒരു വസ്വാസത്തിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. റമദാൻ അതിൻ്റെ പിറ കണ്ടാൽ അതോടെ മുസ്ലിമീങ്ങളൊക്കെ മനസ്സിലുള്ള ആ നിയ്യത്ത്, ഇനി ഒരു മാസം നോമ്പാണ് എന്ന നിയ്യത്ത് അത് മതിയാകുന്നതാണ്. ഇനി ഒരാൾക്ക് മാസപ്പിറവി കണ്ടതായി അറിയില്ല എന്ന് കൂട്ടിക്കോളി. ഒരാൾ ശഅബാൻ 29 കഴിഞ്ഞ് ആ രാത്രി ഉറങ്ങുന്ന ഒരാൾക്ക് വിവരം കിട്ടിയില്ല. പഴയ കാലത്തൊക്കെ ധാരാളമായി സംഭവിക്കുന്നതാണ്. പാതിരാത്രിയാണ് പല നാടുകളിൽ വിവരം കിട്ടാറില്ല, മാസം കണ്ടിട്ടുണ്ട്. ഫജ്റിന് നേരത്തെ ആളുകൾ അറിയാറുണ്ട്. പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കൂ, അങ്ങനെ സംഭവിക്കാറുണ്ട് പഴയ കാലത്ത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാൾ കിടന്നുറങ്ങുകയാണ്, എന്ത്, നാളെ റമദാൻ ആണെങ്കിൽ നാളെ എനിക്ക് നോമ്പാണ് എന്ന് നിയ്യത്താക്കി ഒരാൾ കിടന്നുറങ്ങി. പകലാണ് അയാൾ അറിയുന്നത് ഇന്ന് റമദാനാണ്, അയാളുടെ നോമ്പ് സഹിഹാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഇത് എളുപ്പമുള്ള ദീനാണ്. ഈ ദീനിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം വെച്ചിട്ടില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീന മിൻ ഹറജ്, അള്ളാഹു നിങ്ങളുടെ ദീനിൽ നിങ്ങൾക്ക് പ്രയാസം വെച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ നോക്കൂ, അതേസമയം ഒരാൾ റമദാനിൻ്റെ തലേന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർദായ നോമ്പിനിടയിൽ റമദാനിൻ്റെ പകുതിക്ക് വെച്ചോ നാളെ നോമ്പെടുക്കണോ വേണ്ടത് ഇങ്ങനെ കൺഫ്യൂഷനിലാണ്. നാളെ നോമ്പെടുക്കണോ വേണ്ടത് എന്തെങ്കിലും കാരണത്താൽ നാളെ നോമ്പെടുക്കണോ വേണ്ടത് ഇങ്ങനെ കൺഫ്യൂഷനിൽ ഉറപ്പിച്ചിട്ടില്ല. എന്നിട്ട് പകലിലെത്തി ഫർദായ നോമ്പാണ് എങ്കിലാണ് നോമ്പ് സഹിഹല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അവിടെ ബാധകമാകും. ലാ സിയാമ ലിമൻ ലം യുജ്മഅ ഖബ്ല അൽ ഫജ്രി, ഫജ്റിന് മുൻപേ നോമ്പ് തീരുമാനിക്കാത്തവന് നോമ്പില്ല. ഫജ്റിന് മുൻപേ നോമ്പ് തീരുമാനിക്കാത്തവന് നോമ്പില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു മസ്അലയാണ്, നോമ്പിനിടയിൽ ഒരാൾ നോമ്പിനിടയിൽ ഏതെങ്കിലും ഒരു നേരത്ത് തീരുമാനിച്ചു നോമ്പ് മുറിക്കാൻ, ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ ഒരാൾ നിയ്യത്താക്കിയാൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. ഇന്ന് തിന്നിട്ടില്ലെങ്കിലും കുടിച്ചിട്ടില്ലെങ്കിലും, മനസ്സിലായില്ലേ? നോമ്പ് ഞാൻ മുറിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ നിയ്യത്താക്കിയാൽ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു.
എന്നിട്ട് വേണ്ട ഇനിയിപ്പോൾ നോമ്പ് പൂർത്തിയാക്കിയ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇത് നോക്കൂ, ഇത് ഉറപ്പിച്ചാലാണ്, അതല്ല സംശയിച്ചാലല്ല. നോമ്പ് മുറിക്കണോ വേണ്ടേ എന്നൊരു സംശയം മനസ്സിൽ വന്നു, അപ്പോൾ നോമ്പ് മുറിഞ്ഞിട്ടില്ല, നോമ്പ് സഹീഹ് തന്നെ. പക്ഷെ ഞാൻ നോമ്പ് ഉറപ്പിച്ചു എന്നൊരാൾ മനസ്സിൽ ഉറപ്പിച്ചാൽ അതോടെ അയാളുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിലും വെള്ളം കുടിച്ചിട്ടില്ല എങ്കിലും വസ്വാസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയോ എന്നിങ്ങനെ ചിലപ്പോൾ ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കി തരും. വസ്വാസത്തിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ പിന്നാലെ പോകണ്ട. ഉറപ്പിച്ചാലുള്ള കാര്യം ആണ് ഈ പറയുന്നത്. മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ നോമ്പ് മുറിച്ചു എന്ന് ഉറപ്പിച്ചാൽ മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, നോമ്പിൻ്റെ ഷർത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത് ഇതുവരെ. ആ ഷർത്തിൻ്റെ വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില മസാലകൾ. ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത് ഇസ്ലാമാണ്. മുസ്ലിങ്ങളുടെ നോമ്പ് മാത്രമേ സഹിഹാകൂ. രണ്ടാമത്തേത് ഉലൂഹ്, പ്രായപൂർത്തി എത്തിയവർക്ക് മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ. മൂന്നാമത്തേത് അഖൽ, ബുദ്ധി, ഭ്രാന്തോ അല്ലെങ്കിൽ ബോധം ഇല്ലാതാവലോ ആണ് ഇതിനെതിരായി വരുന്ന കാര്യങ്ങൾ. നാലാമത്തേത് ഇഖാമ, നാട്ടിൽ താമസമുണ്ടായിരിക്കണം, യാത്രക്കാരനാകാൻ പാടില്ല. അഞ്ചാമത്തെ നോമ്പെടുക്കാൻ കഴിവുണ്ടാവുക. ആരോഗ്യ പ്രശ്നങ്ങളോ രോഗമോ ഉണ്ട് എങ്കിൽ ഒരാൾക്ക് നോമ്പ് നിർബന്ധമല്ല. 6 ഹൈദിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയായിരിക്കുക, അതില്ലാത്ത അവസ്ഥയായിരിക്കുക. സ്ത്രീകൾക്ക് മാത്രമുള്ള അവർക്ക് ബാധകമാകുന്ന നിബന്ധനയാണ്. 7ാമത്തേത് നിയ്യത്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദർസുകളിൽ വിശദീകരിക്കാം. അല്ലാഹുൽ മുവഫ്ഫിഖ്. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബോർഡ് വെക്കടാ, ബോർഡ് ഓഫാക്കില്ലേ കാക്ക? സ്റ്റോപ്പ് അടിച്ചോ?